நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകം 5-ാം അധ്യായത്തിലെ പുതിയ ഒരു പതികത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കൈമാറ് കൊടുത്തൽ എന്നാണ് ഈ പതികത്തിൻ്റെ പേര്. കൈമാറ് കൊടുത്തൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യുപകാരം ബോധം ഉണ്ടാകുക എന്നുള്ളതാണ്. തനിക്ക് ഒരു മഹാസഹായമാണ് ഭഗവാൻ ശിവൻ നൽകിയത്. അതിന് പ്രത്യുപകാരം ചെയ്യാൻ തനിക്കൊന്നും കഴിയുന്നില്ല. തിരിച്ച് പകരം ഭഗവാന് കൊടുക്കാൻ ഒന്നും കഴിയുന്നില്ലല്ലോ എന്നുള്ള ദുഃഖമാണ് ഈ പ്രത്യുപകാര ബോധത്തിൽ നാം കാണുന്നത്. അപ്പോൾ മാണിക്യവാചകർക്ക് കിട്ടിയ സത്യ സഹായം, അതിന് പകരമായിട്ട് മാണിക്യവാചകർക്ക് ഭഗവാൻ ശിവന് കൊടുക്കാൻ ഒന്നുമില്ലല്ലോ എന്നുള്ള ആ ദുഃഖം കൊണ്ട് വേദനിക്കുന്ന ഹൃദയത്തിൻ്റെ ഭാവങ്ങളാണ് പ്രത്യുപകാരബോധം എന്ന ഈ അധ്യായത്തിൽ നാം കാണുന്നത്. നമുക്ക് ആ കവിതയിലേക്ക് കിടക്കാം. 2 കൈയുള്ളൊരാനയെപ്പോലെ എൻ്റെ ഉള്ളിൽ വാണിയിടും ആദിനായകനെ ഞാൻ കണ്ടതില്ല. ഞാൻ കണ്ടതെല്ലാം ദുഃഖമെങ്കിലും നീ വന്നെന്നെ സ്വാഗതം ചെയ്തത് എന്തോ പുണ്യത്താൽ മാത്രമല്ലേ. എൻ്റെ മഹാപുണ്യത്താലാണ് നീ എന്നെ വന്ന് സ്വാഗതം ചെയ്തത്, എന്നെ ആൾക്കൊണ്ടത്. അല്ലയോ ഭഗവാൻ ശിവൻ, അവിടുന്ന് എന്നെ ആൾക്കൊണ്ടത് എൻ്റെ മഹാഭാഗ്യമാണല്ലോ. അതോടെ എൻ്റെ ദുഃഖമെല്ലാം അവസാനിച്ചു. അങ്ങനെ ഏതോ ഞാൻ ചെയ്ത മഹാപുണ്യത്തിൻ്റെ ഫലമായിട്ടാണ്, മുൻജന്മത്തിൽ ഞാൻ ചെയ്ത ഏതോ മഹാപുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് അല്ലയോ ഭഗവാൻ അവിടുന്ന് എന്നെ സ്വാഗതം ചെയ്ത് എന്നെ സ്വീകരിച്ചത്. അങ്ങ് എന്താണ് ചെയ്തത്? 2 കൈയുമുള്ള ഒരാനയെപ്പോലെ എൻ്റെ ഉള്ളിൽ വാണിയിടും ആദിനായകനെ. എൻ്റെ ഉള്ളിൽ അങ്ങ് വന്ന ആദിനായകനാണ്. ഞാൻ ആദ്യം അദ്ദേഹത്തെ കണ്ടതില്ല. ഞാൻ കണ്ടതെല്ലാം ദുഃഖമായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ 2 കൈയുള്ളൊരാനയെപ്പോലെ അങ്ങ് വന്നണഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങയെ കാണാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? ഞാൻ ദുഃഖത്തിലാണ്ട് കിടക്കുകയായിരുന്നു. നീ വന്നെന്നെ സ്വാഗതം ചെയ്ത് എന്തോ പുണ്യത്താൽ മാത്രമല്ലേ. നീ എന്നെ സ്വാഗതം ചെയ്തത് എൻ്റെ മഹാപുണ്യത്താലാണ്. അതുകൊണ്ട് എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറി. നീ എങ്ങനെയാണ് വന്നത്? 2 കൈയുള്ളൊരാനയെപ്പോലെയാണ് നീ എൻ്റെ ഉള്ളത്തിൽ വന്നത്. അപ്പോൾ 2 കൈയുള്ള ആന ഭഗവാനെ വിശേഷിപ്പിക്കുകയാണ്. സാധാരണ ആനയ്ക്ക് ഒരു തുമ്പിക്കൈ മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഇവിടെ 2 കൈയുള്ള ആനയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 കൈകൾ എന്തിൻ്റെ പ്രതീകമാണെന്ന് നോക്കൂ. അത് ഒന്ന് പ്രവൃത്തിയുടെയും മറ്റൊന്ന് നിവൃത്തിയുടെയും പ്രതീകമാണ്. അങ്ങനെ പ്രവൃത്തി നിവൃത്തി മാർഗങ്ങളാകുന്ന 2 കൈകളോട് കൂടിയ അല്ലയോ ഭഗവാൻ അവിടുന്ന് എന്നെ വന്ന് ആൾക്കൊണ്ടു. അതായത് പ്രവൃത്തി മാർഗത്തിലും അങ്ങനെ തുണച്ചു, അത് കഴിഞ്ഞ് നിവൃത്തി മാർഗത്തിലും അങ്ങനെ തുണച്ചു.
അങ്ങനെ പ്രവൃത്തി നിവൃത്തി മാർഗങ്ങളിലൂടെ മുന്നേറാനുള്ള മഹാശക്തി വിശേഷം, മഹാശിവശക്തി വിശേഷം അല്ലയോ ഭഗവാൻ അവിടുന്ന് എനിക്ക് പ്രദാനം ചെയ്തു. അപ്പോൾ ശിവൻ്റെ 2 കൈകൾ എന്ന് പറയുന്നത് പ്രവൃത്തിയുടെയും നിവൃത്തിയുടെയും കൈകളാണ്. അതായത് ശിവശക്തികൾ. ശിവൻ എന്നുള്ളത് നിവൃത്തിയാണ്, ശക്തി എന്നുള്ളത് പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയുടെയും നിവൃത്തിയുടെയും ശിവശക്തികളുടെ കൈകൾ 2 എന്നിലുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ശിവശക്തിയായി മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിൽ ശിവശക്തിയുടെ മഹാപ്രവാഹം ആഞ്ഞാഞ്ഞ് അലതല്ലുന്നു. അപ്പോൾ ശിവൻ എന്ന് പറയുന്നത് നിവൃത്തി മാർഗമാണ്, ശക്തി എന്ന് പറയുന്നത് പ്രവൃത്തി മാർഗമാണ്. അപ്പോൾ പ്രവൃത്തിയും നിവൃത്തിയും സമന്വയിപ്പിക്കുകയാണ് ഇവിടെ മാണിക്യവാചകർ ചെയ്യുന്നത്. അതായത് പ്രവൃത്തി നിവൃത്തി മാർഗങ്ങളെ ഭക്തിയുടെ മധ്യമ ബിന്ദുവിൽ കൊണ്ട് സംയോജിപ്പിക്കുകയാണ് മാണിക്യവാചകർ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ സവിശേഷത. ഭക്തിയുടെ ഉത്തുംഗ സോപാനത്തിലെത്തിച്ചേരുമ്പോൾ ശിവശക്തികൾ അയാളിൽ വന്ന് ഭവിക്കുന്നു. ശിവശക്തികൾ എന്ന് വെച്ചാൽ ഇവിടെ പ്രവൃത്തി നിവൃത്തി മാർഗങ്ങളാണ്. ഇവിടെ പ്രവൃത്തി എന്ന് വെച്ചാൽ കർമ്മം, കർമ്മം എന്ന് വെച്ചാൽ ഭക്തിയാണ് ഇവിടെ കാണിക്കുന്നത്. ഭക്തി, കർമ്മഭക്തിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. മാണിക്യവാചകർ തൻ്റെ ഗാനാലാപനത്തിലൂടെ അനേകം ശിവക്ഷേത്രങ്ങളിൽ എത്തിച്ചേരുകയും അവിടെയുള്ള ഭക്തജനങ്ങളെ മുഴുവനും ഭക്തിയുടെ പാരമ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും എല്ലാം ചെയ്യുന്ന പ്രവൃത്തിയാണ്, ഭക്തി പ്രവൃത്തിയാണ് മാണിക്യവാചകർ ചെയ്തത്. അപ്പോൾ ഒരു പ്രദേശത്തെ ആകെ താൻ സഞ്ചരിക്കുന്ന സ്ഥലത്തുള്ള എല്ലാ ജനങ്ങളെയും ശിവഭക്തിയുടെ ഉന്നത തലങ്ങളിലേക്ക് മാണിക്യവാചകർ എത്തിച്ചു. എന്നാലോചിച്ച് നോക്കൂ, ഒരു പ്രദേശത്തെ മുഴുവനും ശിവശക്തിയുടെ മേളന രംഗമാക്കി മാറ്റാൻ മാണിക്യവാചകർ നിമിത്തമായി തീർന്നു. അതുപോലെ തന്നെ നിവൃത്തി മാർഗം. അപ്പോൾ ഈ ഭക്തിയിലൂടെ തന്നെ, ഈ കർമ്മഭക്തിയിലൂടെ തന്നെ നിവൃത്തി ഭക്തിയിലേക്ക് ജനങ്ങളെ ഉയർത്താൻ മാണിക്യവാചകർക്ക് കഴിഞ്ഞു. തിരുവാചകത്തിൻ്റെ മഹനീയമായ സന്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കർമ്മത്തിൽ നിന്ന് നിവൃത്തി മാർഗത്തിലേക്ക്, ഭക്തിയിൽ നിന്ന് നിവൃത്തി മാർഗത്തിലേക്ക്, അറിവിൻ്റെ മാർഗത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ താത്വികമായ ഒരുപാട് അർത്ഥതലങ്ങൾ ഈ ആനയുടെ 2 കൈകൾക്കുണ്ട്. ആന എന്ന് പറയുന്നത് ഇവിടെ ശിവൻ്റെ പ്രതീകമാണ്. ആ ശിവൻ്റെ പ്രതീകമായ ആ ആനയ്ക്ക് 2 തുമ്പിക്കൈകളാണുള്ളത്. പ്രവൃത്തി എന്ന തുമ്പിക്കൈയും അതേപോലെ നിവൃത്തി എന്ന തുമ്പിക്കൈയും. അങ്ങനെ പ്രവൃത്തി എന്ന് വെച്ചാൽ ഇവിടെ എന്താ, കർമ്മഭക്തിയാണ്. കർമ്മഭക്തിയിലൂടെ തന്നെ ഒരാൾക്ക് നിവൃത്തി ഭക്തിയിലേക്ക്, നിവൃത്തി മാർഗത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക്, ശിവസായുജ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ ആത്മീയ മാർഗത്തിലെ പുതിയ ഒരു തലത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ മാണിക്യവാചകർ ദാർശനികമായ തലത്തെ വളരെ ലളിതമായ ഒരു അലങ്കാര കൽപ്പനയിലൂടെ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുകയാണ്. ആനയുടെ തുമ്പിക്കരം എന്നുള്ളത് വൃത്തിയെയും നിവൃത്തിയെയും സൂചിപ്പിക്കുന്നു. നിവൃത്തി എന്ന് വെച്ചാൽ ഇവിടെ അറിവിൻ്റെ ഉത്തുംഗ സോപാനമാണ്. അറിവ് തന്നെ ശിവം തന്നെയായി മാറുന്ന അവസ്ഥ. അങ്ങനെ ശക്തി ശിവനായി മാറുന്ന അവസ്ഥ. കർമ്മഭക്തി അവസാനം നിവൃത്തിയായി, അതേപോലെ തന്നെ സാക്ഷാൽ ശിവസായുജ്യമായി മാറുന്ന ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് തുമ്പിക്കൈയുടെ അഗ്രം കൊണ്ട് ആന തൊടുകയും മണപ്പിക്കുകയും ചെയ്യുന്നത് പോലെ ആത്മാവ് ജീവൻ്റെ വൃത്തികൾക്ക് ഹേതുവായി നിന്നിട്ട് ആ വൃത്തികളെ സാക്ഷിയായി നിന്ന് അറിയുകയും ചെയ്യുന്നു. ഇതാണ് ഈ 2 തുമ്പിക്കരങ്ങളുടെ അവസ്ഥ.
2 കൈകളായിട്ട് വരുന്നത്. അപ്പോൾ ഏറ്റവും ഉന്നതമായ ശിവസായുജ്യത്തിലേക്ക് നയിക്കണമെങ്കിൽ എന്തു വേണം? അതിനു മുമ്പ് ശക്തിയുടെ ആ പ്രവർത്തനം വേണം. ഇവിടെ ശക്തി എന്ന് പറയുന്നത് എന്താണ്? കർമ്മഭക്തിയാണ്. കർമ്മഭക്തിയിലൂടെ ചെയ്യണം. ഇത് ഒരർത്ഥത്തിൽ നിഷ്കാമ കർമ്മവുമായിട്ട് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്ന ആ നിഷ്കാമ കർമ്മവും തന്നെയാണ് ഈ കർമ്മഭക്തി. ആ കർമ്മഭക്തിയിലൂടെ തന്നെ ഒരാൾക്ക് എവിടെ എത്തിച്ചേരാൻ പറ്റും? നിവൃത്തിയാകുന്ന ശിവസായുജ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഉന്നതമായ ചില ആത്മീയ വഴികളെക്കുറിച്ച് മാണിക്യവാചകർ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇത് നമുക്കും പിന്തുടരാവുന്ന ഒരു മാർഗമാണ്. അതായത് ആദ്യം കർമ്മഭക്തിയിലൂടെ ചരിക്കുക. ഈശ്വരഭക്തി എന്ന് പറയുന്നത് കർമ്മഭക്തിയാണ്. കർമ്മം ചെയ്യുന്നതിലൂടെ ഒരു ഗൃഹസ്ഥാശ്രമിക്ക് കർമ്മത്തിൽ നിന്ന് വിട്ടു നിൽക്കാനാവില്ല. ആ കർമ്മം എങ്ങനെയുള്ളതായിരിക്കണം? ഗീത പറയുന്നത് പോലെ നിഷ്കാമ കർമ്മമായിരിക്കണം. നിഷ്കാമ കർമ്മം എന്തിലേക്ക് നയിക്കുന്നു? നിഷ്കാമ ഭക്തിയിലേക്ക് നയിക്കുന്നു. ആ ഭക്തി അയാളെ നിവൃത്തി മാർഗത്തിലേക്ക് നയിക്കുന്നു. അതായത് അറിവിൻ്റെ മാർഗത്തിലേക്ക്, ജ്ഞാനമാർഗത്തിലേക്ക്, ശിവമാർഗത്തിലേക്ക് നയിക്കുന്നു, ശിവസായുജ്യത്തിലേക്ക് നയിക്കുന്നു. ഇതാണ് ആ 2 ആനയുടെ കരങ്ങൾ. ആ 2 ആനയുടെ കരങ്ങൾ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു മനുഷ്യാത്മാവിൻ്റെ നിതാന്തമായ ജീവിതയാത്രയുടെ, ആത്മീയ യാത്രയുടെ പരിസമാപ്തിയാണ്. ആ യാത്രയുടെ എല്ലാ വിഹുലതകളും, എല്ലാ ഭക്തിഭാവങ്ങളും, എല്ലാ അനുഭൂതികളും, എല്ലാ ആനന്ദ നിർവൃതികളുമാണ് തിരുവാചകത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് പ്രത്യുപകാരം. ഒരു ഭക്തന് ശിവൻ സാക്ഷാത്കാരം നൽകുമ്പോൾ അല്ലെങ്കിൽ ദർശനം നൽകുമ്പോൾ അതിന് പകരമായിട്ട് ഭക്തൻ ചെയ്യേണ്ട പ്രത്യുപകാരം എന്താണ്? നിവൃത്തിയിലേക്ക് എത്തിച്ചേരുന്നു. പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തിയിലേക്ക് എത്തിച്ചേരുന്നു. കർമ്മഭക്തിയിൽ നിന്ന് കർമ്മജ്ഞാനത്തിലേക്കും ശിവസായുജ്യത്തിലേക്കും എത്തിച്ചേരുന്നു. ഈ ഒരു അനുഭൂതിയെ മാണിക്യവാചകർ തിരുവാചകത്തിൽ ആവിഷ്കരിക്കുന്നു. എ ന്യൂ അപ്രോച്ച് ടു തിരുവാചകമാണിത്. തിരുവാചകത്തിലേക്കുള്ള ഒരു പുതിയ ഒരു കാഴ്ചപ്പാടാണിത്. പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തിയിലേക്ക്, കർമ്മഭക്തിയിൽ നിന്ന് നിവൃത്തി സായുജ്യത്തിലേക്ക്, മനുഷ്യാത്മാവിൻ്റെ ആത്മീയ യാത്രയുടെ പ്രകടന പത്രികയാണ് തിരുവാചകമെന്ന് നമുക്ക് പറയാൻ കഴിയും. ആ കാവ്യഭാഗം ഒന്നുകൂടെ നോക്കൂ. 2 കൈയുള്ളൊരാനയെപ്പോലെ എൻ്റെ ഉള്ളിൽ വാണിയിടും ആദിനായകനെ ഞാൻ ആദ്യം കണ്ടതില്ല. ഞാൻ കണ്ടതെല്ലാം ദുഃഖമെങ്കിലും നീ വന്നെന്നെ സ്വാഗതം ചെയ്തെൻ്റെ പുണ്യത്താൽ മാത്രമല്ലേ. അങ്ങനെ പുണ്യം ചെയ്ത ഒരാത്മാവിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് അനുവാചകനും കിട്ടുന്ന അവസ്ഥ. നാം ദുഃഖത്തിൽ നിന്ന് സുഖത്തിലേക്ക്, ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക്, ദുഃഖത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക് നാം എത്തിച്ചേരുന്ന അവസ്ഥയാണ്. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ മഹാപുണ്യം കൊണ്ടാണ് നമുക്ക് ഈ തിരുവാചകം പഠിക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കൽ പറയണ്ടായി, ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. എന്നിട്ട് ആ മലയാളികൾ ഇത് കാണാനുള്ള ഭാഗ്യം ആർക്ക് മാത്രമേ ഉള്ളൂ? 20 പേർക്ക് അല്ലെങ്കിൽ 25 പേർക്ക് മാത്രമേ ഉള്ളൂ. അവർ മാത്രമാണ് ഈ മഹാപുണ്യം ചെയ്തത്. തിരുവാചകത്തെക്കുറിച്ച് കേൾക്കാൻ പറ്റുക, തിരുവാചകത്തെക്കുറിച്ച് മനനം ചെയ്യാൻ കഴിയുക, തിരുവാചകത്തെക്കുറിച്ച് പറയാൻ കഴിയുക, തിരുവാചകത്തെ സ്മരിക്കാൻ കഴിയുക, ഇത് തന്നെ ജീവിതത്തിലെ മഹാപുണ്യമാണ്. ആ പുണ്യമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രത്യുപകാരം. ശിവനോടുള്ള പ്രത്യുപകാരം ഇതാണ്.
ഭഗവാൻ നമുക്ക് ദർശനം നൽകി നമുക്ക് സായുജ്യം നൽകുമ്പോൾ പകരം നാം ചെയ്യാവുന്നത് ഈ കർമ്മഭക്തിയിൽ നിന്ന് ആ കർമ്മനിവൃത്തിയിലേക്കും അവസാനം ശിവസായുജ്യത്തിലേക്കും എത്തിച്ചേരുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശിവനോടുള്ള പ്രത്യുപകാരം. തിരുവാചകം കേൾക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രത്യുപകാരം ഈ മഹാപുണ്യമാണ്. കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത അനേകമനേകം പുണ്യകർമ്മങ്ങൾ കൊണ്ട് മാത്രമേ ഒരു സാധകന് തിരുവാചകം പഠിക്കാൻ കഴിയുകയുള്ളൂ. തിരുവാചകം മനനം ചെയ്യുന്ന ഒരാൾക്ക് ഇനി ജനിമൃതികളേ ഇല്ല. ഇതാണ് ശിവമൊഴി, ഇതാണ് ശിവമാർഗം, ഇതാണ് ശിവസത്യം. ഓം ശിവായ നമഃ.